بسم الله الرحمن الرحيم. عن عائشة رضي الله تعالى عنها قالت سأل ناس رسول الله صلى الله عليه وسلم عن الكهان. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരിക്കൽ കുറച്ച് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജ്യോത്സ്യന്മാരെ കുറിച്ച് ചോദിച്ചു. ജ്യോത്സ്യന്മാരിങ്ങനെ മനുഷ്യരുടെ ഭാവി പ്രവചിക്കാറുണ്ടല്ലോ, അതിൽ വല്ല കാര്യമുണ്ടോ, അവർക്കങ്ങനെ പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹും ലൈസു ബിശൈഇൻ, അവരൊന്നുമല്ല, അവർക്കങ്ങനെ പറയാനൊന്നും കഴിയില്ല, ആ പറയുന്നതിൽ കാര്യമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർ നബിയോട് ചോദിച്ചു, നബിയെ ഇന്നഹും യുഹദ്ദിസൂന അഹ്യാനൻ ഫയകൂനു ഹഖ്ഖൻ, എന്നാലും ഈ ജ്യോത്സ്യന്മാർ പറയുന്ന കാര്യങ്ങൾ ചില സമയത്ത് സത്യമാകാറുണ്ടല്ലോ, അതങ്ങനെ പുലരാറുണ്ടല്ലോ, അതെന്താണെന്ന് ചോദിച്ചു. അപ്പം അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, അതിന് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങൾ അല്ലാഹു മലക്കുകളെ അറിയിക്കും. മനുഷ്യരെ കുറിച്ചുള്ള തീരുമാനങ്ങൾ മലക്കുകളോട് അല്ലാഹു തആല പറയും. ഈ മലക്കുകൾ ആകാശലോകത്തേക്ക് ഇറങ്ങി വന്നിട്ട് അത് ചർച്ച ചെയ്യും, അവരുടെ ഇടയിൽ നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ ജിന്ന് ഇത് കേൾക്കും. ജിന്നുകൾ നമ്മളെ പോലെയല്ല, അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പൊ മലക്കുകളുടെ സംസാരം ജിന്നുകൾ കേൾക്കും. എന്നിട്ട് ഈ ജിന്നിനെ സേവിക്കുന്ന ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കും. ജിന്ന് സേവയുള്ള, ജിന്നുമായി കൂട്ടുകൂടിയിരിക്കുന്ന മനുഷ്യന്മാരുണ്ടാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ആളുകളുടെ ചെവിയിൽ വന്ന് ജിന്നിത് പറഞ്ഞു കൊടുക്കും, ഇന്ന ആളെ കുറിച്ച് ഇങ്ങനെ ഒരു തീരുമാനം പടച്ചോനുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഈ ജ്യോത്സ്യൻ എന്ത് ചെയ്യും? ജിന്ന് പറഞ്ഞത് ഒരു കാര്യമായിരിക്കും, ജ്യോത്സ്യൻ 100 കള്ളം അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കും, എന്നിട്ട് ആളോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഒരു കാര്യം ശരിയായിട്ട് പുലരും. അത് ഏത് കാര്യമാണ്? അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അത് മലക്കളോട് പടച്ചോൻ അറിയിച്ചതാണ്, മലക്കൾ ചർച്ച ചെയ്തതാണ്, അത് ജിന്ന് കേട്ടതാണ്. ജ്യോത്സ്യൻ കൂട്ടിച്ചേർത്ത കാര്യങ്ങളൊന്നും സത്യമായി പുലരുക, ആ ഒരു കാര്യം സത്യമായിട്ട് പുലരുകയും ചെയ്യും. അങ്ങനെയാണ് ജ്യോത്സ്യന്മാർ പറയുന്നതിൽ ചിലപ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകുന്നത്. അത് തന്നെ നബിസ്വല്ലാസങ്ങളുടെ വരവോടുകൂടി ജിന്നുകളുടെ ഈ ആകാശലോകത്തേക്കുള്ള പ്രവേശനം നിരോധിക്കപ്പെട്ടു. ഇന്നങ്ങനെ നടക്കൂല. മുൻകാലത്ത് ജിന്നുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ആകാശലോകത്തേക്ക്, ഇന്നത് നടക്കൂല. അതുകൊണ്ട് തന്നെ ഇന്ന് പറയുന്നതിൽ 100 തെറ്റ് തന്നെയാണ്, കളവായിരിക്കുകയും ചെയ്യും. തന്നെയല്ല, എന്തായിരുന്നാൽ പോലും ജ്യോത്സ്യന്മാരെ സമീപിക്കുക എന്നുള്ള തെറ്റാണ്. 2 ഹദീസുകളുണ്ട്. ഒന്ന്, ഒരാൾ ജ്യോത്സ്യനെ സമീപിച്ചാൽ അവന്റെ 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അവൻ പറയുന്നത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വെറുതെ ജ്യോത്സ്യനെ സമീപിച്ചാൽ മതി. 2-ാമത്തെ ഹദീസ്, ഒരാൾ ജ്യോത്സ്യനെ സമീപിച്ചിട്ട് ജ്യോത്സ്യൻ പറഞ്ഞ ശരിയാണെന്ന് വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശ്വാസം പറയാണ്, ഈ മുഹമ്മദിന്റെ മേൽ ഇറക്കപ്പെട്ട കാര്യത്തിൽ അവൻ അവിശ്വസിച്ചവനാണ്, അവൻ ഈ മുഹമ്മദുമായിട്ട് ബന്ധമില്ല. അപ്പോൾ ജ്യോത്സ്യന്മാരെ സമീപിക്കാനും പാടില്ല, അവർ പറയുന്നത് വിശ്വസിക്കാനും പാടില്ല. രണ്ടും തെറ്റാണ്. അത് രണ്ടും നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളെ വിശ്വാസിക്കെങ്കിലും ബന്ധപ്പെടാൻ കഴിയില്ല. അള്ളാഹു വിശ്വസിച്ച് അവനിൽ അർപ്പിച്ച് അവനെ തവക്കുലാക്കി ജീവിക്കുകയാണ് വേണ്ടത്. നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, തിന്മകളെ മാറ്റിക്കളയാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.